പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. Praise the Lord. Praise the Lord. വിശുദ്ധ തോമസ് അക്വീനാസ് പരിശുദ്ധ കുർബാനയെ നിർവചിച്ചത് സ്നേഹത്തിൻ്റെ കൂദാശ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബെനഡിക്ട് പാപ്പായുടെ സാക്രമെന്തം കാരിത്താത്തിസ് എന്ന സിനഡനന്തര അപ്പസ്തോലി ആഹ്വാനത്തിൻ്റെ പേരും സ്നേഹത്തിൻ്റെ കൂദാശ എന്ന് തന്നെയാണ്. സ്നേഹം എങ്ങനെയാണ് നിർവചിക്കേണ്ടത്? ആത്മദാനമാണ് സ്നേഹം. കൊടുക്കുന്നതാണ് സ്നേഹത്തിൻ്റെ ലക്ഷണമെങ്കിൽ എല്ലാം കൊടുത്ത് അവസാനം തന്നെ തന്നെ കൊടുക്കുന്നതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം. ദൈവം എല്ലാം നമുക്കായി നൽകി അവസാനം ദൈവം തന്നെ തന്നെ നമുക്കായി നൽകി. അതാണ് പരിശുദ്ധ കുർബാന. എമ്മാനുവേൽ ആകുവാൻ, ദൈവം നമ്മോടുകൂടെ ആകുവാൻ സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ മരണത്തോടുകൂടെ ആ ബന്ധം അവസാനിക്കാതിരിക്കേണ്ടതിന് എക്കാലവും നമ്മോടുകൂടെ ആയിരുന്ന നമ്മെ സ്നേഹിക്കുവാൻ വേണ്ടി അവിടുന്ന് കണ്ടുപിടിച്ച സ്നേഹത്തിൻ്റെ മഹാ അത്ഭുതമാണ് പരിശുദ്ധ പരമദിവ്യകാരുണ്യം. കത്തോലിക്കാ സഭയുടെ മതബോധൻ ഗ്രന്ഥം 1337 ഖണ്ഡികയിൽ സഭ ഉദ്ഘോഷിക്കുകയാണ്: താൻ സ്നേഹിച്ചവർക്ക് സ്നേഹത്തിൻ്റെ അച്ചാരം നൽകുന്നതിനും തനിക്ക് സ്വന്തമായി ഉള്ളവരിൽ നിന്ന് ഒരിക്കലും വേർപെടാതിരിക്കാനും വേണ്ടി യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ദിവ്യകാരുണ്യത്തിൽ
വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം എന്ന മഹാ അത്ഭുതത്തിൻ്റെ മുമ്പിലാണ് ഒരു ക്രൈസ്തവൻ സദാസമയവും ജീവിക്കേണ്ടത്. സ്നേഹത്തിന് വേണ്ടി അലഞ്ഞ് ദുഃഖത്തിലും കണ്ണുനീരിലും നിരാശയിലും കൂപ്പുകുത്തുന്ന ഓരോരുത്തർക്കും ദൈവം പ്രത്യക്ഷനാകുകയാണ് ആൾ രൂപത്തിൽ, ശാരീരികമായി തന്നെ ദൈവികാരുണ്യത്തിലൂടെ. വിശുദ്ധ അൽഫോൺസ് ലിഗോരി ദൈവികാരുണ്യ യേശുവിൻ്റെ സ്നേഹത്തിൽ സദാ ലയിച്ചു ജീവിച്ച ഒരു മഹാവിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിൽ കിടപ്പ് രോഗിയായി ഒപ്പം രണ്ട് കണ്ണും കാഴ്ചയില്ലാതെ കഴിയേണ്ടി വന്ന കാലഘട്ടത്തിൽ അധികാരികളുടെ അനുവാദം പോലും വാങ്ങാതെ പാതിരാത്രി അദ്ദേഹം എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞ് സക്രാരിയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി സക്രാരിയിൽ മുട്ടിക്കൊണ്ട് പറയുമായിരുന്നു, നാഥ, അൽഫോൺസ് ഇവിടെ ഉണ്ട്. ദിവ്യകാരുണ്യത്തിൽ ചൊരിയപ്പെടുന്ന സ്നേഹത്തെ പറ്റിയുള്ള സജീവമായ ബോധ്യമായിരുന്നു അൽഫോൺസ് ലിഗോരിയെ ഇപ്രകാരം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. ദിവ്യകാരുണ്യ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഇന്ന് മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹത്തിനുള്ള പോംവഴി. സ്നേഹിക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനും സാധിക്കാത്തതിൻ്റെ ദുഃഖം പേറി നടക്കുന്ന എല്ലാവർക്കും കർത്താവ് തൻ്റെ സ്നേഹം അളവില്ലാതെ വാരിക്കോരി വർഷിക്കുകയാണ് ദിവ്യകാരുണ്യത്തിലൂടെ. ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് സ്നേഹത്തിൻ്റെ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവിൻ്റെ വിശ്വസിക്കണം. യോഹന്നാൻ ശ്ലീഹ ക്രിസ്തുവിൻ്റെ വക്ഷത്തിൽ ചാരിക്കിടന്ന ആ സ്നേഹം നേരിട്ട് അനുഭവിച്ചവൻ ഇപ്രകാരം എഴുതി, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും നാം അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യൻ്റെ സ്നേഹം കണ്ണുകൊണ്ട് കാണാവുന്നതും മറ്റ് പഞ്ചേന്ദ്രിയങ്ങൾ വഴി അനുഭവിക്കാൻ എളുപ്പമുള്ളതുമാണെങ്കിൽ അതിനേക്കാളെല്ലാം അനന്തകോടി അധികമാണ് ദൈവത്തിൻ്റെ സ്നേഹം. പക്ഷെ അത് ബാഹ്യമായി കാണാനോ മനസ്സിലാക്കാനോ പ്രയാസമാണെന്ന് മാത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിൽ വിശ്വസിക്കുക തന്നെ. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ എഴുതിയ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും നാം അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. വൈദിക പരിശീലനത്തിൻ്റെ ആരംഭകാലത്തുണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. 15 വയസ്സ് കഴിഞ്ഞപ്പോൾ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ദേശത്തെയും കൂട്ടുകാരെയും എല്ലാം വിട്ട് സെമിനാരിയിൽ ചെന്നപ്പോൾ അപരിചിതത്വം മാത്രമേ ഉണ്ടായിരുന്നു. ആരെയും അടുത്ത് പരിചയമില്ല. വലിയ അപരിചിതത്വത്തിൻ്റെ വേദന. അന്നത്തെ കാലത്തെ സെമിനാരി അധികൃതരാണെങ്കിലും വളരെയേറെ വാത്സല്യമുള്ളവരായിരുന്നെങ്കിലും അങ്ങനെ വിദ്യാർത്ഥികളോട് അടുത്ത് ഇടപഴകുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് വന്ന ഉടനെ ദൈവം ചെയ്തു തന്നൊരു വലിയ അനുഗ്രഹം ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കാൻ സാധിച്ചു എന്നതാണ്. പൂട്ടപ്പെട്ട സക്രാരിയുടെ ഉള്ളിൽ സ്നേഹത്താൽ ജ്വലിക്കുന്ന യേശുവിനെ കാണുവാനുള്ള പരിശീലനം ഭാഗ്യസ്മരണാർഹരായ ഞങ്ങളുടെ ഗുരുക്കന്മാർ ഞങ്ങൾക്ക് നൽകി. അതുകൊണ്ട് സമയം കണ്ടെത്തി
ദീപികാരുടെ നാഥന്റെ മുമ്പ് പോയിരുന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയോട് രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ചേർന്നിരുന്ന് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാനുള്ളൊരു ഭാഗ്യം ഈ ലോകത്തിൽ ആരും എനിക്കില്ലെങ്കിലും എനിക്ക് ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഇവിടെ തന്നെ യേശു എൻ്റെ കൺമുമ്പിലുണ്ട് എന്നതായ തിരിച്ചറിവ്, അത് അന്ന് ലഭിച്ച വിലമതിക്കാനാവാത്തൊരു സൗഭാഗ്യമായി ഇന്നും കരുതുകയാണ്. തിരുവാസ്തയിൽ സജീവനായ കർത്താവിനെ കാണുവാനുള്ള ഒരു ഭാഗ്യം, അഗാധ മൗനത്തിൽ കർത്താവിൻ്റെ ജ്വലിക്കുന്ന ആ ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വയ്ക്കാനുള്ള ഒരു ദൈവാനുഭവം. അതുകൊണ്ട് മാതാപിതാക്കളെയോ കുടുംബാംഗങ്ങളെയോ കൂട്ടുകാരെയോ ദേശത്തെയോ നാടിനെയോ വിട്ടതിനെപ്പറ്റി 1% പോലും ദുഃഖം തോന്നാതെ കർത്താവിൻ്റെ സന്നിധിയാണ് പരമാനന്ദത്തിൻ്റെ സ്ഥലം എന്ന തിരിച്ചറിവിൽ യേശുവോടൊത്ത് വസിക്കുവാനുള്ളൊരു ഭാഗ്യം. ജോൺ പോൾ പാപ്പായുടെ ദീപികാരുണ്യത്തെ പറ്റിയുള്ള ശ്ലൈഹിക ആഹ്വാനത്തിൽ അതിൻ്റെ ഒരു പേര് തന്നെ ഇങ്ങനെയാണ്: നാഥ ഞങ്ങളോടൊത്ത് വസിക്കണമേ. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ അവരുടെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട് നിരാശരായി പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ അവരെ അനുയാത്ര ചെയ്യുന്ന ഒരു സുഹൃത്തിനെ പോലെ ഉദ്ധിതനായ കർത്താവ് അവരുടെ ഒപ്പം ചേർന്നു. അവരുടെ സങ്കടങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു, അവരുടെ വിഷമത്തിൻ്റെ കാരണം മനസ്സിലാക്കി. എന്നിട്ട് ദുഃഖം കൊണ്ട് മരവിച്ചു പോയ അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന വാക്കുകൾ യേശു അവരോട് പറഞ്ഞു. യേശുവിൻ്റെ ആ വാക്കുകളാൽ ആകർഷരായവർ അവിടുന്ന് അപ്രത്യക്ഷനാകുന്നത് കണ്ടതോടെ അവർ പറഞ്ഞു, കർത്താവേ, നേരം സന്ധ്യയായി, ഞങ്ങളോടൊത്ത് വസിക്കണമേ. ഈ വചനഭാഗമാണ് വിശുദ്ധ ജോൺ പോൾ പാപ്പ തൻ്റെ അപ്പസ്തോലിക ആഹ്വാനം നൽകിയ പേര്, നാഥ ഞങ്ങളോടൊത്ത് വസിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മോടൊത്ത് വസിക്കുവാൻ ആരും ഇല്ലാത്തൊരനുഭവം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകും. നമ്മോടൊത്ത് നിൽക്കാൻ ആരുമില്ലാത്ത ഒരു സന്ദർഭം, അത് വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ ആ സ്നേഹജീവിതത്തിൽ പോലും അനുഭവപ്പെട്ടേക്കാം. മക്കളാൽ തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങൾ കടന്നുപോയേക്കാം. ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അനുഭവം ഉണ്ടായെന്നുമല്ല. അപ്പോഴും മാറ്റമില്ലാത്ത സത്യം ഇതാണ്: നമ്മോടൊത്ത് വസിക്കുന്ന ഒരാളുണ്ട്. അതിനുവേണ്ടിയാണ് അവൻ ദീപികാരുണ്യം സ്ഥാപിച്ചത് തന്നെ. കുരിശിലെ മരണത്തോടെ ഈ ബന്ധവും ഈ അടുപ്പവും കൂടെയുള്ള വാസവും അവസാനിക്കാതിരിക്കാൻ വേണ്ടി അവിടുത്തെ സ്നേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഈ ദീപികാരുണ്യം. അതിനാൽ ആരും ഒരിക്കലും ഇപ്രകാരം പറയാതിരിക്കട്ടെ: എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ഒരാളുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ആർക്കും പറയാൻ വാസ്തവത്തിൽ അവകാശമില്ല. കാരണം എമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെ ആയിത്തീർന്നവൻ, അവൻ എല്ലായ്പ്പോഴും രാവും പകലും നമ്മോടൊത്ത് വസിക്കുന്നു. നമ്മുടെ ഇടവക ദേവാലയത്തിലെ സക്രാരുടെ ഉള്ളിൽ നാം കിടന്നുറങ്ങുമ്പോഴും അവൻ വസിക്കുന്നുണ്ട്. അവനെ പൂർണ്ണമായി വിസ്മരിച്ച് ജീവിത വ്യഗ്രതയാൽ നമ്മൾ അസ്വസ്ഥരായി കഴിയുമ്പോഴും അവൻ അവിടെ നമ്മെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മുടെ കാലിടറാതിരിക്കുവാൻ, നമുക്ക് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ, നമ്മൾ പാപത്തിലേക്ക് വീണു പോകാതിരിക്കാൻ, സങ്കടങ്ങളാൽ തകർന്നു പോകാതിരിക്കാൻ അവൻ റിമോട്ടായിട്ടിരുന്ന് ദൂരെ ഇരുന്നു കൊണ്ട് നമ്മോടൊത്ത് വസിക്കുന്നുണ്ട്.
ഈ തിരിച്ചറിവാണ് ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കുന്നവരെ ദിവ്യകാരുടെ സന്നിധിയിലേക്ക് ഓടിയെത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന വാക്ക് ദിവ്യകാരുണ്യ വിസിറ്റ് എന്നാണ്. വിസിറ്റ്. ഇഷ്ടമുള്ളൊരു വ്യക്തിയെ, സ്നേഹമുള്ളൊരു വ്യക്തിയെ, ഒരു സുഹൃത്തിനെ നമ്മൾ പോയി സന്ദർശിക്കും. അവരാവശ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ സ്നേഹത്തിൻ്റെ ആ പ്രകാശനമാണ് ആ വിസിറ്റ്. പരിശുദ്ധ കുർബാനയിൽ രാവും പകലും നമുക്ക് വേണ്ടി മാത്രം വസിക്കുന്ന ആ മഹാസ്നേഹിതനെ പറ്റിയുള്ള തിരിച്ചറിവ്, വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ അവിടുത്തെ കൂടെ 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 പോയി സന്ദർശിക്കുന്നൊരു അനുഭവം. വിശുദ്ധ കുർബാന കഴിഞ്ഞാലും ദേവാലയം വിട്ടുപോകാനൊരു മടി തോന്നുന്ന അനുഭവം. ഞാൻ ഓർക്കുകയാണ്, സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു മണിയടിക്കും. പ്രഭാത ഭക്ഷണത്തിൽ എല്ലാവരും ഊട്ടുപശുപാലയിലേക്ക് പോകേണ്ട സമയമാണ്. പക്ഷെ മണിയടിച്ചാലും ഒരു വല്ലാത്ത വിഷമം പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകാൻ. ആ ദീപികാരുണ്യ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നിന്ന് ലോകത്തിൻ്റെ വെയിലിലേക്ക് പോകാൻ ഒരു മടി. ദീപികാരുടെ സന്നിധിയിൽ തന്നെ ദിവസം മുഴുവനും കഴിയാൻ അനുവാദം കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. പക്ഷെ നിയമം പാലിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഓരോ മണിയും ഓരോ കാര്യത്തിൽ മണിയടിക്കുമ്പോൾ അതിന് ചെന്നിരിക്കണം. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഒരുതരം സ്വർഗീയമായ വേദനയോടുകൂടെയാണ് ആ വിശുദ്ധ കുർബാന അർപ്പണത്തിനും കുർബാന സ്വീകരണ ശേഷമുള്ള കൃതജ്ഞതാ പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റൊരു കാര്യത്തിലേക്ക് പോകാൻ സാധിച്ചിരുന്നു. ദൈവം ആണ് സ്നേഹത്തിൻ്റെ മുൻകൈ എടുക്കുന്നവൻ. യോഹന്നാൻ ശ്ലീഹ എഴുതി, ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു, അതിനാൽ നാമും അവനെ സ്നേഹിക്കുന്നു. ദിവ്യകാരുണ്യത്തോടൊരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് അഗാധമായ സ്നേഹം തോന്നുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആ വ്യക്തിയെ ആദ്യം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം ആ വ്യക്തിക്ക് സംശയരഹിതമായി ബോധ്യപ്പെട്ടു. അതിനോടുള്ള പ്രതികരണമാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാൻ തോന്നാത്ത തരത്തിലുള്ള ഒരു വ്യക്തിപരമായ സ്നേഹം ഈശോയോട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോട് ഇപ്രകാരം ഒരു സ്നേഹം വളർത്തിയെടുക്കാൻ സാധിക്കും. ഏത് സ്നേഹവും തുടക്കത്തിൽ ചെറുതായി തുടങ്ങി നിരന്തരമായ സംസർഗത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും വളർന്ന് അവസാനം വേറെ പിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. ദീപികാരുണ്യ ഈശോയോട് ഇപ്രകാരമുള്ള ഒരു സ്നേഹബന്ധം തുടങ്ങാത്തവർ ഒരു പക്ഷേ ആഴ്ച ഒരു ദിവസം 1 മണിക്കൂർ, അരമണിക്കൂർ, അല്ല 15 മിനിറ്റ് ദീപികാരുണ്യ ചാപ്പലിൽ പോയി കർത്താവിനെ നോക്കിയിരിക്കുക, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, കർത്താവിൻ്റെ സ്നേഹത്തിൽ നോക്കിയിരിക്കുക. നാം കർത്താവ് ജീവിക്കുന്നവനാണെന്നും അവൻ്റെ ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും തുടിക്കുന്നുണ്ടെന്നും നമുക്കിപ്പോൾ ബോധ്യമാകും. അപ്പോൾ യോഹന്നാനെ പോലെ ആത്മന അവിടുത്തെ വക്ഷസിലേക്ക് ചാരിയിരുന്ന് നമ്മുടെ കണ്ണുനീരും ദുഃഖവും സങ്കടവും അവിടുത്തെ ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ, നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ
സ്നേഹത്തിൻ്റെ മഹാബലിവസ്തുവായി ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ, സ്നേഹിക്കാനുള്ള ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ കഴിവുകളും അങ്ങയുടെ നേർക്ക് മാത്രം തിരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്നേഹിക്കാനുള്ള ഞങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മാത്രം സ്വർഗത്തിൻ്റെ മഹത്വവും സ്വർഗത്തിൻ്റെ എല്ലാ പ്രൗഢിയും ഉപേക്ഷിച്ച് ഒരു ചെറിയ ഗോതമ്പപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ, അല്പം വീഞ്ഞിൻ്റെ സാദൃശ്യത്തിൽ ജീവിക്കുന്നവനായി ഞങ്ങളുടെ അടുത്തേക്ക് കൂടെ കൂടെ വരികയും ഞങ്ങൾ ഉപേക്ഷിച്ചാലും ഞങ്ങൾ ഉപേക്ഷിക്കാതെ, ഞങ്ങൾ മറന്നാലും ഞങ്ങളെ മറക്കാതെ, ഞങ്ങൾ വിട്ടകന്നാലും ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുന്ന ഈശോയെ, നിന്റെ ഈ സ്നേഹ പാരമ്യത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ചേർത്ത് വെക്കുന്നു. പത്രോസിനോട് അങ്ങ് ചോദിച്ചല്ലോ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ആത്മാർത്ഥതയോടെ പത്രോസിനെ ഏറ്റു പറയാൻ കഴിഞ്ഞു, ഉപകർത്താവേ. ആഹാ, ഈ ചോദ്യം എന്നോട് നീ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇവരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഈശോയെ, അതിന് ഉത്തരം തരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ എല്ലാവരുടെയും ഹൃദയഭാരം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ സകല സങ്കടങ്ങളും വേദനകളും ഭാരങ്ങളും, സ്നേഹിക്കപ്പെട്ടില്ല എന്ന ദുഃഖവും അംഗീകരിക്കപ്പെട്ടില്ല എന്ന വേദനയും, ആരും എനിക്ക് സ്വന്തമായില്ല എന്ന സങ്കടവും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സിലേറെ ദുഃഖങ്ങളും വിഷമങ്ങളുമായിരുന്ന അനേകരെ കർത്താവ് തൻ്റെ ദിവ്യമായ കരം നീട്ടി തുടർന്നു. ക്യാൻസർ രോഗിയായ അൽഫോൺസയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കണ്ണിന് കൃഷ്ണമണിക്ക് മുറിവേറ്റ 2 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഹാർട്ട് രോഗികളായ ജോയിയെ മറിയാമ്മയെയും കർത്താവ് തൻ്റെ കരം നീട്ടി ആശീർവദിക്കുന്നു. 13 ത്വക്ക് രോഗികളുടെ മേൽ ദൈവികാരുടെ നാഥന്റെ ശക്തി ആവശ്യിക്കുന്നു. ബ്രെയിൻ ട്യൂമർ രോഗികളായ 4 പേരെ കർത്താവ് തന്റെ തിരുമുറിവുകളാൽ സുഖപ്പെടുത്തുന്നു. അപ്പു, ജെയ്സൺ എന്നീ ഫിക്സ് രോഗികളെ യേശുവിൻ്റെ അപാര സ്നേഹം തൊട്ട് സുഖമാക്കുന്നു. തൊണ്ടമുഴയുള്ള മേഴ്സിയെ
കർത്താവായ യേശു സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. മക്കളില്ലാത്ത ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ശാലിനിയെ സന്താന ഭാഗ്യത്താൽ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ആവേ മറിയ. ഈ ആരാധനയുടെ ദൈവം നൽകിയ എല്ലാ കൃപാവരങ്ങൾക്കും സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.